ശില്പ, ഫൈനൽ ഇയർ MBBS സ്റ്റുഡൻറ്. അപ്പോൾ ഇതൊരു നൈറ്റ് സ്റ്റഡി വ്ലോഗാണ്. അപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞു, വൈകുന്നേരം പോയി ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ പഠിക്കാൻ വേണ്ടി പോവാണ്. പിന്നെ അതിന് മുമ്പായിട്ട് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ആസ്മയുണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ കഴിച്ചു. സംഭവം പുറത്തൊക്കെ നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല, നമ്മുടെ പഴയ ടേബിൾ മാറ്റി ഇതാ പുതിയൊരു ടേബിളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട്? പിന്നെ ഒരു 7:30 ആയപ്പോഴാണ് ഞാൻ പഠിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പൊ ഞാൻ അതിന് മുമ്പായിട്ട് ഒരു ടു ഡു ലിസ്റ്റ് റെഡിയാക്കാൻ വേണ്ടി പോവാണ്. അതായത് ഇന്ന് എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പൊ അതൊക്കെ ഞാനൊന്ന് എഴുതി വെച്ചു. അപ്പൊ ഞാനിന്ന് മെഡിസിൻ ആട്ടോ ഫസ്റ്റ് പഠിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടി ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാൻ വേണ്ടി ഡെസിഫറും അതെല്ലാം ഞാൻ എടുത്തു വെച്ചു. പിന്നെ എനിക്കിപ്പോ അനസ്തേഷ്യ പോസ്റ്റിംഗ് ആണ് ഉള്ളത്. എന്റെ മുമ്പത്തെ വ്ലോഗ് കാണുന്നവർക്ക് അറിയാം, ഞാൻ എന്റെ പോസ്റ്റിങ്ങിനനുസരിച്ചിട്ടാണ് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. അതായത് ഇപ്പൊ പീഡിയാട്രിക്സ് ആണെങ്കിൽ പീഡിയാട്രിക്സ് പഠിക്കും, സർജറി ആണെങ്കിൽ സർജറി പഠിക്കും, അങ്ങനെ. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനസ്തേഷ്യ നമ്മുടെ മെയിൻ ടോപ്പിക് അല്ല. അതുകൊണ്ട് തന്നെ അനസ്തേഷ്യ ഒന്നും നമുക്കിപ്പോ സൈഡ് ആക്കാം. അപ്പൊ ഞാനിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ടെസ്റ്റ് ഒന്ന് വായിച്ചിട്ട് മെയിൻ പോയിന്റ്സ് ഒക്കെ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെക്കും. അതിനുശേഷം ഞാൻ അതിൻ്റെ ഒരു നോട്ട് ഉണ്ടാക്കും. ഞാൻ പറഞ്ഞിട്ടില്ല, എനിക്ക് നോട്ട് എഴുതി പഠിക്കുന്നതാണ് കുറച്ചുകൂടെ കംഫർട്ടബിൾ. അതുകൊണ്ട് തന്നെ പറ്റുന്ന പോലെ, അതായത് ഇപ്പൊ കൂടുതലായിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എന്റെ സമയം അനുസരിച്ച് ഞാനിങ്ങനെ നോട്ട്സ് ഒക്കെ എഴുതി വെക്കും. അതല്ലാത്ത ഞാൻ സാധാരണ ടെക്സ്റ്റ് ബുക്ക് തന്നെയാണ് വായിക്കാറുള്ളത്. പിന്നെ ഇപ്പൊ കുറച്ച് മടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഇങ്ങനെ എഴുതി പഠിക്കാന്ന് വെച്ചു. കാരണം എഴുതി പഠിക്കുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു തവണ വായിക്കുന്ന പോലെ ആണല്ലോ, അത് കുറച്ചുകൂടെ ഒരു എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാനിപ്പോ നോട്ട്സ് എഴുതി പഠിക്കുന്നത്. അതായത് നമ്മളൊരു ടോപ്പിക് ഒരു തവണ വായിച്ചത് പോയി, എക്സാമിന്റെ സമയത്ത് ഒരു നോട്ട് പോയി, അങ്ങനെ. ഇനി നമുക്ക് നമ്മുടെ കമന്റ്സിനോട് കുറച്ച് നമുക്ക് റിയാക്ട് ചെയ്യാം. ഞാൻ ഓർത്തു ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലേറ്റസ്റ്റ് വീഡിയോസിലൊക്കെ വരുന്ന കമന്റ്സ് നമുക്ക് നല്ലപോലെ റിയാക്ട് ചെയ്യാം. അതാകുമ്പോൾ ഒരു ഇന്ററാക്ഷൻ, അതായത് എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഇന്ററാക്ഷനും കൂടെ ആവുമല്ലോ എന്ന് ഓർത്തു. ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ വന്നൊരു കമന്റ് ആണ്, ആളിപ്പോൾ 3rd ഇയർ ആണ് പഠിക്കേണ്ടത്. 3rd ഇയർ MBBS വേണ്ട സ്റ്റഡി ടിപ്സ് എന്തൊക്കെയാണെന്ന് പറയാൻ. അപ്പൊ നമുക്ക് അതിനെ പറ്റി പറയാം. 3rd ഇയർ എന്ന് പറയുമ്പോൾ കറന്റ്ലി നിൽക്കുന്നത് 2022 ബാച്ചും 2023 ബാച്ചും ആണ്. 22 ബാച്ചിനാണെങ്കിൽ എനിക്ക് തോന്നുന്നു അവരുടെ എക്സാംസ് അടുക്കാറായി. മാത്രമല്ല അവർക്ക് 2 സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ, കമ്മ്യൂണിറ്റിയും ഫോറൻസിക്കും. അതേസമയം 2023 ബാച്ച് ആണെങ്കിൽ അവർക്ക് 4 സബ്ജക്ട്സ് ഉണ്ട്, കമ്മ്യൂണിറ്റി, ഫോറൻസിക്, ENT, ഒഫ്താൽ. ഈ 4 കാര്യങ്ങളുണ്ട്. ഇതിലിപ്പോൾ ഏത് ബാച്ചിലാണെങ്കിലും കമ്മ്യൂണിറ്റിയും ഫോറൻസിക് ആണ് കോമൺ ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അതിനെപ്പറ്റി ആദ്യം പറയാം. കമ്മ്യൂണിറ്റി മെഡിസിൻ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വായിക്കുക, അതിനൊരു ബേസിക് ആയിട്ട് എന്താണ് നമുക്ക് ഉത്തരം വേണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ കുറച്ച് തള്ളിയാൽ മതി, നമ്മൾ എന്തായാലും പാസ്സാവും. പിന്നെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ, ഇപ്പം ആർക്ക് കുറച്ച് ടഫാണല്ലോ, ടഫിനെക്കാളും ഇതൊരു സ്ലീപ്പിംഗ് പില്ല് പോലെയാണല്ലോ, അങ്ങനെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പൾസ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ഞാൻ അത് മാത്രമായിരുന്നു പഠിച്ചിരുന്നത്. സോ അത് തന്നെ പഠിച്ചിട്ട് എനിക്ക് നല്ലപോലെ എക്സാം എഴുതാനും അല്ലെങ്കിൽ അതിൽ നിന്ന് തന്നെയായിരുന്നു കുറെ ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. പിന്നെ ഫോറൻസിക്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ, ഫോറൻസിക്കിനെ സംബന്ധിച്ചോളം ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ക്വസ്റ്റ്യന് ക്ലിയർ കട്ട് ഒരു ആൻസർ ഉണ്ട്. സോ നമുക്ക് തള്ളാൻ പറ്റില്ല. പിന്നെ അത് കുറച്ചുകൂടെ ഈസി ആക്കാൻ ഓട്ടോമാറ്റിക്കലി ഫോറൻസിക് കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും, നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതുപോലെ തന്നെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ മെയിൻ പോയിന്റ്സിനാണ് കാര്യം. സോ വാരി വലിച്ച് എഴുതി പഠിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ടോപ്പിക് എടുക്കുക, ആ ടോപ്പിക്കിന് വേണ്ട പോയിന്റ്സ് മാത്രം പഠിക്കുക. അതുകൊണ്ട് തന്നെ ചവറ് പോലെ പഠിക്കണമെന്നില്ല, നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ആ ഒരു പോയിന്റ്സ് ഉണ്ടെങ്കിൽ തന്നെ പാസ്സാവും. പിന്നെ ഒഫ്താൽ ENT, കാരണം 23 ബാച്ചിന് ഒഫ്താൽ ENT 3rd ഇയർ ഉണ്ട്. അവരോട് പറയാനുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ യൂണിവേഴ്സിറ്റി എക്സാം പോലും കഴിഞ്ഞിട്ടില്ല. സോ അത് പാസ്സായാലേ എനിക്കൊരു പറയാൻ കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ. ഞാനും ഇപ്പം എക്സ്പീരിയൻസ് ചെയ്യുന്നതേ ഉള്ളൂ, എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന്. പിന്നെ ഇപ്പൊ എനിക്ക് മനസ്സിലായത്തോളം ഒഫ്താൽ നല്ലപോലെ വായിക്കണം, അല്ലെങ്കിൽ പണി കിട്ടും. റിവിഷൻ അങ്ങനെ പറഞ്ഞ് നമ്മളൊരു 9:15 വരെ എത്തിയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ മെഡിസിൻ ഒന്ന് സൈഡാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ കുറച്ചു നേരം ഒന്ന് ഫ്രീ ആകാൻ വേണ്ടി പോവാണ്. കുറച്ചു നേരം വെള്ളമൊക്കെ കുടിച്ചു. അത് മാത്രമല്ല, ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ദിവസം ഞാൻ പീരിയഡ്സും കൂടെ ആയിരുന്നു, അതും ഫസ്റ്റ് ഡേ. എനിക്ക് നല്ലപോലെ ബുദ്ധിമുട്ടാണ് ഫസ്റ്റ് ഡേ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് ക്ഷീണവും ഉറക്കം വരലും അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെയാണ് എനിക്ക് വരുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി റെസ്റ്റ് എടുക്കാൻ ഞാൻ ഇപ്പോൾ സമ്മതിക്കുന്നില്ല. കാരണം അങ്ങനെ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ പിന്നെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ഫ്ലോ അങ്ങ് പോകും. അതുകൊണ്ട് ഞാൻ എങ്ങനെയൊക്കെയോ എന്നെ പുഷ് ചെയ്ത് ഞാൻ പഠിക്കാൻ വേണ്ടി പോവാണ്. എൻ്റെ ഇടയ്ക്ക്
നല്ല ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചു നേരം ഒന്ന് മയങ്ങി വീണ്ടും എഴുന്നേറ്റു. പിന്നെ എനിക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു പവർ തരുന്നത് പാട്ട് കേൾക്കലാണ്. അപ്പൊ ഞാൻ പാട്ടൊക്കെ കേട്ടിട്ടാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. എന്റെ കുറെ ഫ്രണ്ട്സിനെന്ന് വെച്ചാൽ ഈ പാട്ടൊക്കെ കേട്ട് പഠിക്കൽ അല്ലെങ്കിൽ ഒരു ശബ്ദമുള്ള സ്ഥലത്തിലൊന്നും പഠിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ആലോചിക്കാൻ കൂടെ പറ്റുന്നില്ല. പക്ഷെ ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് ആ ഒരു സൗണ്ടിലൊക്കെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര എനർജി, ഭയങ്കര ഒരു സന്തോഷമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് മെമ്മറി പവർ ഒക്കെ ഭയങ്കര കൂടുന്ന പോലെ തോന്നും. പിന്നെ അത് മാത്രമല്ല കേട്ടോ, വേറെയും കുറെ പേരുടെ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. വീഡിയോസ് ഒക്കെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ കിട്ടും, പഠിക്കാനൊക്കെ തോന്നുന്നുണ്ടെന്ന്. അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ബിക്കോസ് ഞാനിപ്പോ ഭയങ്കര വലിയ പഠിപ്പിക്കൊന്നുമല്ല കേട്ടോ. കാരണം എനിക്കിപ്പോ വീഡിയോസ് ഒക്കെ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് അത് എന്റെ കൈൻഡ് ഓഫ് ഒരു സന്തോഷമാണ്. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ്, അല്ല ഞാൻ ഭയങ്കര പഠിപ്പിയായിട്ടൊന്നും അല്ല. സോ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വേറൊരാൾക്ക് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ കിട്ടുന്നെന്ന് പറഞ്ഞ കമന്റ്സ് വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ കുറെ കുട്ടികൾ 10th 12th ആ ഒരു റേഞ്ചിലൊക്കെ ഉള്ള കുട്ടികളൊക്കെയാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ മെഡിസിൻ ഇഷ്ടമുള്ളൊരു മെഡിസിൻ എടുക്കുക, അല്ലെങ്കിൽ വേറൊരു പ്രൊഫഷൻ ഏതായാലും നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഫഷനിലേക്ക് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് കുറച്ച് റെക്കോർഡൊക്കെ എഴുതാനുണ്ടായിരുന്നു. ഞാൻ അതും കൂടി ഇരുന്ന് എഴുതി. ഈ അനസ്തേഷ്യ അത്യാവശ്യം ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. പോസ്റ്റിങ്ങിൽ പോകുന്നതും തിരിച്ചു വരുന്നതും പിന്നെ തിയറി ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും പിന്നെ അതുപോലെ തന്നെ റെക്കോർഡ് എഴുതുന്നത്, അങ്ങനെ എല്ലാം ഫുള്ള് അത്യാവശ്യം നല്ല സ്ട്രിക്റ്റ് ആണ്. സോ ഞാൻ റെക്കോർഡൊക്കെ ഒന്ന് എഴുതി വെക്കാന്ന് വെച്ചു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യം വൈബ് ഉണ്ട് കേട്ടോ. കൈൻഡ് ഓഫ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു വൈബ് ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്. മേ ബി അവിടുത്തെ ഫാക്കൽറ്റീസ് ഇപ്പൊ വന്നിട്ടുള്ള ഒരു 2 ഫാക്കൽറ്റീസ് ഉണ്ട്. ലൈക്ക് ഭയങ്കര രസമുണ്ട്, നല്ല വൈബായിട്ടുണ്ട്. അത് മാത്രമല്ല പോസ്റ്റിംഗ് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആണ്. കൊള്ളാം, നൈസ് ആയിട്ടുണ്ടായിരുന്നു. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, ഞാൻ വെറുതെ ക്ലാസ്സിൽ നിന്ന് ബോറടിക്കുമ്പോൾ ഇതുപോലെ പടം വരച്ച് കളിക്കുന്നതാണ്. അപ്പൊ നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ വേണ്ടി പോകുന്നത് പീഡിയാട്രിക്സ് ആയിരുന്നു. പീഡിയാട്രിക്സിന്റെ പ്രാക്ടിക്കലാണ് ഞാൻ ജസ്റ്റ് നോക്കിയത്. കാരണം ഇപ്പൊ എനിക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് പഠിക്കാൻ താല്പര്യമില്ല. അപ്പൊ ഞാനത് പ്രാക്ടിക്കൽ ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ എടുത്തിട്ടൊന്ന് വായിക്കാന്ന് ഓർത്തു. കാരണം നമ്മുടെ കോളേജിൽ കൂടുതലും ആൾക്കാർ ഫെയിൽ ആവുന്ന ഒരു സബ്ജക്ട് പീഡിയാട്രിക്സ് ആണ്. ബിക്കോസ് പീഡിയാട്രിക്സ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്ട്രിക്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതിന് നല്ല പേടിയുണ്ട് എന്താവും എന്നൊക്കെ ഓർത്തിട്ട്. അപ്പൊ ഞാൻ ഓർത്തു എന്നാ പിന്നെ കുറച്ചേരം അതിരുന്ന് വായിക്കാം എന്നൊക്കെ ഓർത്തിട്ട് ഞാനിപ്പോ അതാണ് നോക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പ്രാക്ടിക്കലി അറിഞ്ഞിരിക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പൊ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ചെറിയൊരു ബുക്കിൽ എഴുതി വെക്കാന്ന് ഓർത്തു. അപ്പൊ ഞാൻ ഈ എഴുതി വെക്കുന്ന സംഭവം എന്ന് വെച്ചാൽ വളരെ ഷോർട്ടായിട്ടാണ് ഞാൻ എഴുതുന്നത്. അത് മാത്രമല്ല കുറച്ച്, അതായത് നമുക്കൊന്ന് കാണുമ്പോഴേ നമ്മുടെ കണ്ണിലേക്കൊന്ന് പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന പോലത്തെ രീതിയിലും കൂടെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഞാൻ വൈവയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവങ്ങളാണ് എഴുതുന്നത്. അപ്പൊ അത് പെട്ടെന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർത്ത് പറയാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ഞാൻ എഴുതുന്നത്. സോ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എത്രത്തോളം ഉണ്ടെന്ന് അറിയണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പീഡിയാട്രിക്സിന്റെ ഒരു വൈവയ്ക്ക് ഞാൻ ഇരിക്കണം. അതിന് മോഡൽ എക്സാമിന് ഉണ്ടാവത്തുള്ളൂ. അപ്പൊ മനസ്സിലാവും ഇതിന്റെ ഒരു ഗുണം എത്രത്തോളം ഉണ്ടെന്ന്. സോ എനിക്ക് പക്ഷെ കുറച്ചുകൂടെ ഈസി ആയിട്ട് തോന്നുന്നു. അത് മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ വളരെ ഷോർട്ടായിട്ട് എഴുതിയിരിക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഡെയിലി ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം ഒറ്റ സെന്റൻസ് അല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ ഈസിയാണ്. സോ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അതായത് നമുക്ക് മറക്കാൻ പാടില്ലാത്ത, പ്രത്യേകിച്ച് നമ്മൾ MBBS സ്റ്റുഡന്റ് ആണ്, നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ബേസിക് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനത്തെ സാധനം മറന്നു പോകുന്നുള്ളത് ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല ഈ ഒരു മാസം ഡിസംബർ ആ ഒരു വൈവൊക്കെ ആയിട്ടല്ലേ ഇരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും ക്രിസ്മസ് ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു, എന്നെ സംബന്ധിച്ചോളം ഭയങ്കര ഷോ ആണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ് ഈ ഡിസംബർ ടൈം. പക്ഷെ എനിക്കതങ്ങ് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എൻ്റെ ഒരു ലൈഫ് കറന്റ്ലി പറയുവാണെങ്കിൽ ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്ന കുറെ സംഭവങ്ങളുണ്ട്. എനിക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കുക അങ്ങനെ പറ്റത്തില്ല. എനിക്ക് എവിടെയെങ്കിലൊക്കെ ട്രിപ്പൊക്കെ പോകണം. ഈ പറഞ്ഞ പോലെ കുഞ്ഞടുത്തൊക്കെ ആണെങ്കിൽ പോലും എവിടെയെങ്കിലൊക്കെ പുറത്തൊക്കെ പോയി അങ്ങനെ കുറച്ച് വൈബടിച്ചിരിക്കണം, ആ ഒരു ടൈപ്പാണ് ഞാൻ. പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു അക്കാഡമിക് സ്ട്രെസ് കാരണം എനിക്കിപ്പം അതെല്ലാം ഞാനൊന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഈ യൂട്യൂബൊക്കെ എടുത്ത് നോക്കുമ്പോഴേക്കും ഈ എന്താ പറയുക ക്രിസ്മസിന്റെ പരിപാടികളും അതിന്റെ ഷോപ്പിംഗ് ഇതൊക്കെ കാണുമ്പോഴേക്കും ഭയങ്കര സങ്കടം വരും. അയ്യോ ഇതൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ലല്ലോ എന്ന് ഓർത്തിട്ട്. പിന്നെ ഫൈനൽ ഇയർ ആണ്, ഈ പറഞ്ഞ പോലെ ഒത്തിരി നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ട ഒരു ഇയർ ആണ് ഫൈനൽ ഇയർ. അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല എന്നോർത്തിരിക്കുകയാണ്. ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും എവിടെയെങ്കിലൊക്കെ പോവാം, ആ ഒരു ഇതിലാണ് ഇരിക്കുന്നത്. അപ്പൊ അതോടെയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ എൻ്റെതാ പഠിത്തമൊക്കെ നിർത്തി. നേരെ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ വെച്ചു. നോട്ട്സും ടാബും ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ട് കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. അതൊക്കെ ആയപ്പോഴേക്കും ഏകദേശം ഒരു 12 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇനി എനിക്ക് ഇരിക്കാനുള്ള ഒരു ശക്തി
നിവൃത്തി എനിക്കില്ല. അതുകൊണ്ട് ഞാനത് കിടക്കാൻ തന്നെ വെച്ചു. അപ്പൊ ഇപ്പൊ ക്രിസ്മസ് എക്സാമും അങ്ങനത്തെ കാര്യങ്ങളായിട്ട് എല്ലാവരും നല്ലപോലെ പഠിത്തത്തിന്റെ ഇതിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എന്താ പറയാ, ടെൻഷനൊന്നും ആവാതെ കൂളായിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ. ഈ പറയുന്ന എനിക്ക് എത്ര കൂൾനെസ് ഇല്ലെങ്കിലും ഞാൻ പറയാണ്, ടെൻഷനൊന്നും ആവാതെ അല്ല ചില്ലായിട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ്സ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാം. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഞാൻ ഇതാ എല്ലാം മടക്കി വെച്ചിട്ട് ഞാൻ പോയി കിടന്നുറങ്ങട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ബൈ.